ഇന്നൊരു വീഡിയോ ഷൂട്ടുള്ള ദിവസമാണ്. സോ ഇന്നെങ്ങനെ നമുക്ക് പോകണമെന്നുള്ളത് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നലത്തെ വീഡിയോ കണ്ടറിയാം, ഞാൻ ഇന്നൊരു വീഡിയോ ഷൂട്ട് ഉണ്ട്. സോ അതിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പ്രിൻ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പ്രിപ്പയർ ആക്കി വെച്ചു. ഇന്ന് ഈവനിങ് ആണ് ഷൂട്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഒരു ഷൂട്ട് ഉണ്ടാവും. സോ അതിനുള്ള മെറ്റീരിയൽസും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാനൊരു ബ്ലാക്ക് കോഫി ഇട്ട് അത് കുടിച്ചു. ബ്ലാക്ക് കോഫി ഒക്കെ ഇട്ട് കുടിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഇവിടെ ആഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് റൺ ചെയ്യണത്. സോ ഇത്രയും ദിവസം മേറ്റ ആഡ്സ് ആയിരുന്നു റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ഗൂഗിൾ ആഡ്സ് കൂടി നോക്കാമെന്ന് വിചാരിച്ചു. സോ ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യാനായിട്ട് എനിക്ക് അത്ര കാര്യമായിട്ട് അറിയില്ല. സോ അതൊന്ന് പഠിക്കണം. അപ്പോൾ ഞാൻ ഗൂഗിൾ ആഡ് എടുത്ത് അതൊക്കെ നോക്കി നേരെ ചാറ്റ് ജി പി ടി റെഫർ ചെയ്തു. ചാറ്റ് ജി പി ടിയിൽ ഞാൻ എൻ്റെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കി എടുത്തു. ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന ടൈമിൽ എനിക്ക് മാറ്റ് ആഡ്സോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. എല്ലാം ഇതുപോലെ ചാറ്റ് ജി പി ടി ഒക്കെ നോക്കിയാണ് ഞാൻ സെൽഫ് ലേൺ ചെയ്ത് എടുത്തതാണ്. സോ അതൊക്കെ അങ്ങനെ നോക്കി. പിന്നെ ഞാൻ നേരത്തെ ഇന്നലെ ഇട്ട വീഡിയോ യൂട്യൂബിലിട്ടത് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ 43 വ്യൂസൊക്കെ കുറവാണ് ഗൈസ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ റിപ്ലൈ കൊടുത്ത് അങ്ങനെ ഇരുന്നപ്പോഴേക്കും ബ്രേക്കായി. ബ്രേക്കിന് ഇന്ന് ഞാൻ ജിമ്മിൽ പോയില്ല. ഇന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പോകാറില്ല. സോ ഇന്ന് ഞാൻ പോകണില്ല. സോ ഫുഡ് കഴിക്കാൻ പോയി. സോ കുറച്ച് റൈസും അതുപോലെ തന്നെ സാമ്പാറൊക്കെ കൂട്ടി അതാണ് കഴിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് നേരം സോഫയിലൊക്കെ ഒന്ന് കിടന്ന് അതിനുശേഷം പുതിയ ഇനി വീഡിയോസ് എന്തെങ്കിലും ഇടാണ്ടെങ്കിൽ അതൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാണ്ടായിരുന്നു. സോ അത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ക്യാബിനിൽ തന്നെ ഈ ഗിംബലിവിടെ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. അങ്ങനെ അതൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ബ്രേക്കൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പോകണം. താഴെ ഷോറൂമിലാണ് ഷൂട്ട് ചെയ്യണേ. സോ താഴെ ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പോണേ. സോ അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു ക്യാബിനിലേക്ക് വന്ന് ചെയ്തതൊക്കെ കോപ്പി ചെയ്തിട്ട് നേരെ ഓഫീസിൽ നിന്ന് ഇറങ്ങി റൂമിലെത്തി. അപ്പോൾ ഇന്ന് എന്തുണ്ടാക്കണം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ സോയാബീൻ ഇരിക്കുന്നുണ്ടായിരുന്നു. സോയാ ചങ്ക്സ് എന്നൊക്കെ പറയും. നമ്മൾ പണ്ടുകൂടി സോയാബീൻ എന്നാണ് പറയണത്. സോ അതിരിക്കുന്നുണ്ടായിരുന്നു. അത് വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ടൊരു 1 ഹവറിന് ശേഷം അതെടുത്ത് നേരെ പാനിലേക്ക് ഇട്ടിട്ട് ഓയിലൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. അതിലേക്ക് എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചാറ്റ് മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ഇതെനിക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ കാലത്തും വൈകിട്ടും കൂട്ടാൻ കൂടി ഉള്ളതാണ്. സോ അതെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചിട്ട് അതിന് മിക്സ് ചെയ്ത് സെറ്റാക്കി. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് എത്രത്തോളം അടിപൊളിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാറ്റ് ജി പി ടിനോട് ചോദിച്ച് ഉണ്ടാക്കിയൊരു സംഭവമാണ്. സോ ഈ ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ കഴിക്കണേ. അത് മതിയാവും. ഇപ്പം എനിക്ക് അങ്ങനെ വിഷമൊന്നുമില്ല. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. സോ നമുക്ക് കഴിച്ചു നോക്കാം. മുട്ടയും സോയാബീനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് കൊള്ളാം. സോയാബീൻ ഞാൻ ഫ്രൈ ചെയ്ത് ചോറിലൂടെയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ സോയാബീനും മുട്ടയും അതല്ല, പക്ഷെ കൊള്ളാം. അങ്ങനെ അതൊക്കെ കഴിച്ച് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ കയറ്റി നേരാണ് കിടന്നുറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഓക്കെ, ബൈ.